എന്തായാലും മമ്മൂട്ടി അവസാനം വാ തുറന്നു. മമ്മൂട്ടി പറഞ്ഞ ന്യായീകരണം, ഇത്രയും ദിവസം മിണ്ടാതിരുന്നതിൻ്റെ കാരണം, അത് അമ്മയുടെ ഭാരവാഹികളും ഉത്തരവാദിത്തപ്പെട്ട സംഘടനാ നേതാക്കന്മാരും അവർ അഭിപ്രായം പറഞ്ഞ ശേഷം മാത്രമേ വെറും ഒരു മെമ്പറായ താൻ അഭിപ്രായം പറയാൻ പാടുള്ളൂ, അതുകൊണ്ടാണ് ഇത്രയും താമസിച്ചതെന്ന് പറഞ്ഞു ഒഴിഞ്ഞു. വേറൊരു മഹാൻ നമ്മൾ കണ്ടല്ലോ, ഒരു നടൻ, മഹാനടൻ വളരെ തന്മയത്തമായി ഈ കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത്. ഇവരെല്ലാം അംഗങ്ങളായിരുന്ന സമയത്താണല്ലോ 2018 ഒരു നടിക്ക് പീഡനമേറ്റ കാര്യം അവിടെ പറഞ്ഞത്. അതേപ്പറ്റി ഒരു നടപടി ഉണ്ടായില്ല. ഭാരവാഹികളും മമ്മൂട്ടിയും മോഹൻലാലും മെമ്പർമാരും ഉൾപ്പെടെയുള്ളവർ തലകുനിച്ചിരുന്നു. ഒരു നടപടി എടുത്തിട്ടേ ഇല്ല. അതാണ് അമ്മയുടെ ഉത്തരവാദിത്വം. അമ്മ പിരിച്ചുവിടേണ്ട ഒരു സംഘടനയാണ്. 75 ലക്ഷം രൂപയുടെ ബാധ്യതയേ ഉള്ളൂ അതിന്. കാരണം അവർക്കൊക്കെ കൈനീട്ടം എന്ന് പറഞ്ഞാൽ 5000 രൂപ അവശ കലാകാരന്മാർക്ക് കൊടുക്കുന്ന സർക്കാർ ഏറ്റെടുക്കണം. 75 ലക്ഷത്തിന് 1 കോടി രൂപ സർക്കാരിന് കൊടുക്കാൻ പറ്റും. അത് സിനിമാ തിയേറ്ററിൽ നിന്നുള്ള സെസ് പിടിക്കുന്ന, ടാക്സ് പിടിക്കുന്നതിനൊക്കെ ചെറിയൊരു ശതമാനം കൊടുത്താൽ മതി. അത് വലിയൊരു ബാധ്യതയല്ല സർക്കാരിന്. അത് തുടരണം. അമ്മ പിരിച്ചുവിട്ടാലും ശരി, അത് പുതിയ ഭാരവാഹി വന്നാലും ശരി. അങ്ങനെ ഒരു ബാധ്യത കൊണ്ടാണ് തങ്ങളെ പലരും അവിടെ അമ്മയുടെ അംഗത്വം ഉപേക്ഷിക്കാതെ നിൽക്കുന്നത്. അമ്മയെന്ന് വേർപെട്ടു പോകാൻ കഴിയില്ല. അവിടെ നടക്കുന്ന എന്ത് കാര്യം, മോശമായ കാര്യം നടന്നാലും അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല. പക്ഷേ അങ്ങനെയുള്ള ഈ സംഘടനാ പ്രതിനിധികൾ അല്ലെ അതിനകത്ത് അംഗങ്ങൾ, സർക്കാർ ഇതിന് മുൻകൈ എടുത്ത് ഒരു അസോസിയേഷൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അമ്മയും WCC ലയിപ്പിക്കുക. പൊതുവായ മലയാളം ഫിലിം വേൾഡിലുള്ളവർക്ക്, നടന്മാർക്കും നടിമാർക്കും ഒരൊറ്റ സംഘടന മതി. ഇത് രണ്ടും മെർജ് ചെയ്ത് അവർ അതിൻ്റെ ഭാരവാഹികളെ, സ്ത്രീകളായ നടികളെയും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ പോസ്റ്റ് ചെയ്ത് മിക്സഡ് ആയിട്ടുള്ള ഒരു ഭരണസമിതി വരട്ടെ. കേരളത്തിലെ ജനങ്ങളത് സ്വാഗതം ചെയ്യും. മലയാള സിനിമയ്ക്ക് ഒരു കോട്ടം തട്ടാതെ സിനിമാ രംഗം സജീവമാകും. സിനിമ വീണ്ടും പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് പോകട്ടെ. കാരണം മലയാളികളുടെ എല്ലാ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് സിനിമ. അതുകൊണ്ട് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ പലരും പല കേസിലും പ്രതിയായി, ചിലപ്പോൾ റിമാൻഡ് ചെയ്തും ചിലപ്പോൾ ശിക്ഷിച്ചുമൊക്കെ അകത്ത് പോകും. അങ്ങനെയുള്ളവർ പോട്ടെ. അടുത്ത തലമുറ വന്നു കഴിഞ്ഞു. അടുത്ത തലമുറയിൽ കഴിവുള്ള ധാരാളം നടന്മാരുണ്ട്. അവർ മലയാള സിനിമയെ മുന്നോട്ട് നയിക്കട്ടെ.